ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-26 അധ്യയന വർഷത്തേക്കുള്ള DLED അതേപോലെ തന്നെ BEd കോഴ്സുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ സംബന്ധമായി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും വിദ്യാർത്ഥി ചോദിച്ച സംശയമാണ്, പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം BEd അതേപോലെ തന്നെ DLED കോഴ്സിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ സംശയങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി വീട്ടിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഒന്നാമതായിട്ട് പറയുവാനുള്ളത് BEd അതേപോലെ തന്നെ DLED കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ സമയമാണ്. അപ്പോൾ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നാമതായിട്ട് BEd കോഴ്സ് എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും BEd കോഴ്സിൻ്റെ അഡ്മിഷൻ സമയം ഏകദേശം ജൂൺ ജൂലൈ ഈ മാസങ്ങളിലാണ് അഡ്മിഷൻ അപേക്ഷാ സമയം വിളിക്കാറുള്ളത്. കേരളത്തിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ കാലിക്കറ്റ്, അതേപോലെ തന്നെ കേരള, അതേപോലെ തന്നെ MG, കണ്ണൂർ, ഈ 4 യൂണിവേഴ്സിറ്റികളാണ് BEd കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 4 യൂണിവേഴ്സിറ്റികളായിട്ട് ഗവൺമെൻറ്, അതേപോലെ തന്നെ എയ്ഡഡ്, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ്, ഈ 3 കാറ്റഗറിയിലാണ് BEd കോഴ്സുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ. അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഫീസ് കൊടുക്കാതെ കേവലം എക്സാം ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്ന കോളേജുകളാണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജ്. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, അത് സെൽഫ് ഫിനാൻസ് കോളേജ് 2 കാറ്റഗറി, അത് സെൽഫ് ഫിനാൻസ് കോളേജ് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെൻറ്റർ, അതായത് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെൻറ്റർ, ഈ പറയുന്ന 2 വിഭാഗം, അതായത് സെൽഫ് ഫിനാൻസ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി സെൻറ്റർ ആണെങ്കിലും ഒരേ രീതിയിൽ വിദ്യാർത്ഥികൾ സെമസ്റ്റർ ഫീ കൊടുത്തുകൊണ്ട്, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെമസ്റ്റർ എക്സാം ഫീ കൂടാതെ സെമസ്റ്റർ ഫീ കൂടെ നിങ്ങൾ കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട കോളേജുകളാണ് ഈ പറയുന്ന സെൽഫ് ഫിനാൻസ് കോളേജുകൾ. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഓൾമോസ്റ്റ് ഏകദേശം 70% തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി വളരെ കുറച്ച് ഓരോ യൂണിവേഴ്സിറ്റിയിലും 2 or 3 ഗവൺമെൻറ് അതേപോലെ തന്നെ എയ്ഡഡ് കോളേജിൽ മാത്രമാണ് BEd കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ബാക്കിയുള്ള എല്ലാ കോളേജുകളും സെൽഫ് ഫിനാൻസ്, ഈ പറയുന്ന ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സാഹചര്യമാണ്. ഇനി അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് അതേപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിൽ മറ്റൊരു വിഭാഗമാണ് മാനേജ്മെൻറ്റ് സീറ്റ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ മാനേജ്മെൻറ്റ് അവകാശപ്പെടുന്ന ഫീ അതായത് ഡൊണേഷനായിട്ട് കൊടുത്ത് നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റ് നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അത്തരത്തിൽ സെമസ്റ്റർ ഫീ കൂടാതെ നിങ്ങൾ മാനേജ്മെൻറ്റ് ഫീ ആയിട്ടുള്ള ഒരു നല്ലൊരു തുക കൂടി നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 കാറ്റഗറി, ഗവൺമെൻറ്, എയ്ഡഡ്, സെൽഫ് ഫിനാൻസ് കാറ്റഗറിയാണ് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അപേക്ഷ വിളിക്കുക. അപ്പോൾ ഈ ഒരു അപേക്ഷ ജനറൽ വിഭാഗം അപേക്ഷ ശ്രദ്ധിക്കേണ്ട കാര്യം ജൂൺ ജൂലൈ മാസത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് നൽകിയതുപോലെ തന്നെ ഈ വർഷം BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് വിദ്യാർത്ഥികളെ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. നേരത്തെ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളിലെ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ ഹെൽപ്പ് ലൈൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇനിയും കേരളത്തിന് പുറമെ, അതായത് ഭൂരിഭാഗം വിദ്യാർത്ഥികളും കേരളത്തിന് പുറമെ BEd കോഴ്സ് ആശ്രയിക്കുന്നത് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥി, അതായത് ഏകദേശം നിങ്ങൾക്കറിയാം കേരളത്തിൽ മിനിമം ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും എബോവ് 85 അല്ലെങ്കിൽ 90 തുടങ്ങിയ ഹൈ ലെവൽ മാർക്കുള്ളവർക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ ഏകദേശം ബിലോ 70, ബിലോ 60 ഒക്കെ ഉള്ള വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് വിദ്യാർത്ഥികൾ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളാണ് BEd അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറമെ കേരള PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള BEd കോഴ്സ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ നിങ്ങൾ താഴെ കൊടുത്ത നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കരിയർ വെയിൻ നിങ്ങൾ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ പ്രൊസീജിയർ നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ജനറൽ വിഭാഗത്തിൻ്റെ അഡ്മിഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജൂൺ ജൂലൈ മാസത്തിലായിരിക്കും വിളിക്കുക. ഇനി നമുക്ക് BEd കോഴ്സിൻ്റെ പ്രാധാന്യം നമുക്കൊന്ന് നോക്കാം. കാരണം ഒരുപാട് വിദ്യാർത്ഥി ചോദിച്ച സംശയമാണ്, അതായത് BEd 2 വർഷം എന്നുള്ളത് 1 വർഷമാക്കുമോ? ഇനി അതേപോലെ തന്നെ കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും BEd കോഴ്സ്, അതായത് ഇൻ്റഗ്രേറ്റഡ് BEd ആക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഇൻ്റഗ്രേറ്റഡ് BEd കോഴ്സ് നിലവിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും തുടങ്ങുവാനുള്ള പ്ലാൻ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പുള്ള ഒരു മീറ്റിംഗിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിളിച്ച മീറ്റിംഗിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ കേരളത്തിൽ ഇൻ്റഗ്രേറ്റഡ് BEd സിസ്റ്റം കൊണ്ടുവരാനാണ് പ്ലാൻ. അപ്പോൾ നിലവിൽ ഈ വർഷം ഈ അക്കാഡമിക് ഇയറിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള യാതൊരു സാഹചര്യമൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം സാധാരണ രീതിയിൽ തന്നെയായിരിക്കും BEd കോഴ്സ്. അതായത് ഇൻ്റഗ്രേറ്റഡ് BEd എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് പേര് സംശയം 1 വർഷത്തെ BEd കോഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ്റഗ്രേറ്റഡ് BEd എന്ന് പറയുമ്പോൾ നിലവിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് 1 വർഷത്തെ BEd കോഴ്സ് ചെയ്യാൻ സാധിക്കുക. അതായത്
പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് എന്ന് പറയുമ്പോൾ 3 വർഷത്തെ ബി എഡും അതേപോലെ തന്നെ 4ാമത്തെ വർഷം ബി എഡ് കൂടി ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 1 വർഷത്തെ ബി എഡ് എന്ന് പറയുന്നത്. അല്ലാതെ ബി എഡ് എന്ന് പറയുന്ന 1 വർഷത്തെ ഡ്യൂറേഷൻ ആക്കി മാറ്റിയിട്ടില്ല. ഈ ഒരു കാര്യം ഒരുപാട് വിദ്യാർത്ഥി വീണ്ടും സംശയം ചോദിക്കുന്നത് 1 വർഷമാക്കുമോ എന്നുള്ളത്. അപ്പോൾ അത് യാതൊരു സംശയവും അതിൽ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള ഓപ്ഷൻ ഉടൻ തന്നെ കേരളത്തിൽ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യും. ഈ അക്കാഡമിക് സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അടുത്ത അക്കാഡമിക്കിൽ ഒരു പക്ഷേ വിദ്യാർത്ഥി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ ഡിഗ്രി 4 വർഷത്തെ ഡിഗ്രി എന്നുള്ള ഒരു ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഈ അക്കാഡമിക് ഇയർ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് ലാസ്റ്റ് കിട്ടിയ ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ അതായത് 3 വർഷത്തെ ഡിഗ്രി എന്നുള്ളത് 4 വർഷം, അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുക്കുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സ് നിങ്ങൾക്ക് എക്സ്ട്രാ 1 വർഷത്തെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിഗ്രി തന്നെയാണ് ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും മറ്റു യൂണിവേഴ്സിറ്റിയും കേരളത്തിലും പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം വെറുതെ ഒരു ഡിഗ്രി പഠിച്ച് നമ്മൾ പോകുന്നതിന് പകരം ഡിഗ്രി പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഒരു മേഖലയിൽ നിങ്ങൾക്ക് ജോലി കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ന ജോലി ആധികാരികമായിട്ട് ചെയ്യുവാനുള്ള ഒരു 100% കോൺഫിഡൻസ് കൂടി ലഭിക്കുന്ന രീതിയിലായിരിക്കും ഇനി നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ കൂടി ഡിഗ്രി തുടങ്ങിയ കോഴ്സുകൾ ചെയ്യുന്നത്. അതിൽ തുടക്കം എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ 4 വർഷത്തെ ഡിഗ്രി ആയിരിക്കും ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ 3 വർഷത്തെ ഡിഗ്രി ആവശ്യം, അതായത് വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാത്തവർക്കും 4 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇൻ്റഗ്രേറ്റഡ് ബി എഡ് ഉടൻ തന്നെ അടുത്ത അക്കാഡമിക് ഈ അക്കാഡമിക്കലും തൊട്ടടുത്ത അക്കാഡമിക്കിലും വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു. അപ്പോൾ മറ്റൊരു സംശയമാണ്, ഇപ്പം നിലവിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ബി എഡ് എങ്ങനെയായിരിക്കും, അതായത് 2 വർഷം തന്നെയാണോ അല്ലെങ്കിൽ 1 വർഷത്തെ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയമുണ്ട്. അപ്പോൾ ഈ നിലവിൽ ഡിഗ്രി പി ജി കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 2 വർഷത്തെ ബി എഡ് എന്നുള്ള സംവിധാനം അവിടെ നിലനിർത്തിയിട്ട് തന്നെയായിരിക്കും. അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് ബി എഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തായാലും യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഡിഗ്രി പി ജി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ബി എഡ് കോഴ്സിൻ്റെ ഒരു ആശങ്ക വേണ്ട. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സമയപരിധി നിങ്ങൾക്ക് തരും. അതിനിടയിൽ നിങ്ങൾക്ക് ബി എഡ് കോഴ്സ് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സാധ്യത നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ജനറൽ വിഭാഗത്തിന്റെ അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഈ കാര്യം ശ്രദ്ധിക്കുക. പരമാവധി പറയുവാനുള്ളത് എല്ലാ വിദ്യാർത്ഥികളും, അതായത് പരമാവധി ഡിഗ്രി പി ജി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ബി എഡ് കോഴ്സ് നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങൾ ലേറ്റ് ആക്കാതെ നിങ്ങൾ ഉടൻ തന്നെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇനിയുള്ള സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹൈസ്കൂളിലും അതേപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും ടീച്ചർ ആകുവാനാണെങ്കിൽ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പി ജി ബി എഡ് എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് നിർബന്ധമായിട്ട് പി ജി കൂടി ചെയ്യാൻ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നിങ്ങളെ ജനറൽ വിഭാഗത്തിൻ്റെ അഡ്മിഷൻ്റെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇനി മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ കേരളത്തിൻ്റെ പുറമേയുള്ള യൂണിവേഴ്സിറ്റികൾ, പല യൂണിവേഴ്സിറ്റികളുടെയും അഡ്വർടൈസ്മെന്റ് പല വിദ്യാർത്ഥികൾ ഷെയർ ചെയ്യാറുണ്ട്. UGC അപ്രൂവ്ഡ് ആണോ, കേരളത്തിൽ അംഗീകൃതമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എടുക്കുന്നതിന് പകരം ആ യൂണിവേഴ്സിറ്റിയുടെ കൃത്യമായിട്ടുള്ള അംഗീകാരം, കേരളത്തിലെ PSCയുടെ അപ്രൂവൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. തൊട്ടുമുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നത് എങ്ങനെയാണ് ഈക്വലൻസി ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം. അതായത് കേരളത്തിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച കോഴ്സിന് ഈക്വലൻസി ലഭിക്കുകയാണെങ്കിൽ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സർട്ടിഫിക്കറ്റിന് കേരള PSC അപ്രൂവ്ഡ് ആണ്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് DLED കോഴ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ പോകാം. DLED അതായത് ഡിപ്ലോമ എലിമെന്ററി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ TTC. അപ്പോൾ TTC കോഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ്. BEd കോഴ്സ് നിലവിൽ എല്ലാ മേഖലയിലും നിർബന്ധമാക്കുമ്പോൾ ഇനി TTC കോഴ്സിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ DLEDന്റെ പ്രാധാന്യം, DLED എടുത്തു കളയുമല്ലോ, പിന്നെ അതിന് ഇനി എന്തെങ്കിലും വാല്യൂ ഉണ്ടോ തുടങ്ങിയ പ്രധാനപ്പെട്ട സംശയങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നിലവിലത്തെ സാഹചര്യത്തിൽ UP മുതൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വരെയുള്ള ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസ വകുപ്പ് BEd എന്നുള്ളത് നിർബന്ധമാക്കുവാൻ പോവുകയാണ്. എന്നാൽ LP വിഭാഗത്തിൽ, അതായത് പ്രൈമറി വിഭാഗത്തിൽ 1 മുതൽ 4 വരെ ക്ലാസ്സുകൾ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യത നിലവിലത്തെ സാഹചര്യത്തിൽ TTC അതായത് DLED എന്നുള്ളത് BEd എന്നുള്ള കാറ്റഗറി മാറ്റിയിട്ടില്ല. നിലവിൽ ഇപ്പോഴും DLEDകാർ തന്നെയാണ് 1 മുതൽ 4 വരെയുള്ള പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുവാൻ ആവശ്യമുള്ള അടിസ്ഥാന യോഗ്യതയായിട്ട് കണക്കാക്കുന്നത്. ഇനി അതോടൊപ്പം 2030 ഇനി മാറ്റങ്ങൾ വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. അതായത് 2030 മാറ്റങ്ങൾ വരുമ്പോൾ ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് ഇതൊരു അഡ്വാൻസ് ആയിട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. കാരണം BEd എന്ന് പറയുമ്പോൾ നിലവിൽ DLED UPയിലും കൂടി LPയും UPയുമാണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. അപ്പോൾ എന്തായാലും പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം 2030 UP വിഭാഗത്തിൽ BEd എന്നുള്ള ക്വാളിഫിക്കേഷൻ നിർബന്ധമാക്കിയാലും LP വിഭാഗത്തിലെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നിന്നുള്ള ഫൈനലായിട്ടുള്ള തീരുമാനം വന്നിട്ടില്ല.
ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ LP വിഭാഗം, അത് പ്രൈമറി വിഭാഗത്തിൽ DLED അല്ലെങ്കിൽ TTC കോഴ്സ് തന്നെയാണ് അടിസ്ഥാന യോഗ്യത. മാത്രമല്ല ഈ അക്കാഡമിക്കിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലും ഒരു വർഷത്തെ ഒരു തവണ കൂടെ 2030 PSC പരീക്ഷ എഴുതുവാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LP വിഭാഗം അധ്യാപകരാക്കുവാൻ താല്പര്യമുള്ളവരാണ് അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് DLED കോഴ്സ് ചെയ്യുന്നതിൽ നിലവിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ എന്തായാലും DLED കോഴ്സ് നിലവിലത്തെ സാഹചര്യത്തിൽ BEDനേക്കാളും ഡിമാൻഡുള്ള ഒരു കോഴ്സ് തന്നെയാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു മേഖലയാണ് LP വിഭാഗം, LPS, അതായത് LP വിഭാഗം ടീച്ചർ തസ്തിക. കാരണം നിലവിൽ കഴിഞ്ഞ PSC ഏകദേശം 1000-ന് മുകളിൽ പല ജില്ലകളിലും നിയമനം ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തിക തന്നെയാണ്. കാരണം നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് LP സ്കൂളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ LP സ്കൂളിലേക്കുള്ള സാധ്യത വളരെ കൂടിയത് കൊണ്ട് തന്നെ DLED കോഴ്സിന്റെ ഡിമാൻഡ് വളരെയധികം വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ 2024 അധ്യയന വർഷത്തെ DLED കോഴ്സിന്റെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഏകദേശം ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് സാധാരണ വിളിക്കാറുള്ളത്. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ DLED കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ രീതി എങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ പ്രോസസ്സ്, എങ്ങനെയാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് 1 by 1 ആയിട്ട് ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാൻ ഉറപ്പെടുത്തുകയാണ്. കൂടാതെ DLED കോഴ്സിന്റെ കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ ഗവൺമെന്റ് കോളേജുകൾ, സെൽഫ് ഫിനാൻസ് കോളേജുകൾ, സീറ്റുകൾ, അതിന്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ 1 by 1 ആയിട്ട് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ DLED കോഴ്സിന്റെ പ്രാധാന്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ DLEDന്റെ കൂടെ നിങ്ങൾക്ക് DLEDന്റെ BEDന്റെയും കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട യോഗ്യതാ പരീക്ഷയാണ് കേട്ടറ്റ് പരീക്ഷ അല്ലെങ്കിൽ സെറ്റ് പരീക്ഷ. അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ BEDും അതേപോലെ തന്നെ DLED അഡ്മിഷന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. DLED കോഴ്സിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ +2 ആണ്. +2 കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം DLED കോഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BED പോലെ തന്നെ 80-ന്റെയും 90-ന്റെയും മുകളിലുള്ളവർക്കാണ് അഡ്മിഷൻ ലഭിച്ചുള്ള വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് DLED കോഴ്സും. അപ്പോൾ എന്തായാലും ഡിഗ്രി PG കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ BED തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് LP ലെവലാകുവാൻ താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് +2 ശേഷം DLED കോഴ്സ് കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും കൃത്യമായിട്ട് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. പരമാവധി നിങ്ങൾക്ക് സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ താഴെ കൊടുത്ത കോൺടാക്റ്റിൽ നിങ്ങൾക്ക് മറ്റു സംശയങ്ങൾ, അത് നിങ്ങൾക്ക് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പുതിയ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സവാദ് അരച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.